നിങ്ങൾ കാക്കിയിൽ വരുമ്പോൾ പ്രത്യേക ഒരു റൊമാൻറ്റിക് സംഭവമാണ്. ഇത് ഭയങ്കര ഇഷ്ടം നിങ്ങളെ കാക്കിക്കാണേ. നമ്മൾ നിന്നെ സാരി കാണാൻ നമുക്ക് നമ്മളെ സ്വയം നോക്കുന്ന സംഭവം അവിടെ ആകണല്ലോ. സൗന്ദര്യം വെച്ച് നമുക്ക് വർക്കാൻ കഴിയാത്തതുകൊണ്ട് കഥ വെച്ച് ഞാൻ വർക്കാക്കി. അതെല്ലാം ലൈഫിൽ ഉണ്ടാകുന്ന നിമിഷങ്ങളിൽ നിന്ന് എടുക്കുന്ന കഥകളാണ്. ഈ ഓട്ടോറിക്ഷക്കാരനെ സ്നേഹിച്ച ടീച്ചർ എന്ന് പറയുന്നത് ലൈഫിൽ നിന്ന് എടുത്തതല്ല. ഈ രജനീഷ് ചോദ്യം ചോദിച്ചില്ല. ഈ രജനീഷ് ഇന്റർവ്യൂ ആരും പറഞ്ഞതെന്ന് വെച്ചാല് ഇവരെല്ലാരും ചോദിക്കുന്നതല്ല ചോദിക്കുക. ചിരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ചിരി അല്ല, എനിക്ക് ആദ്യം ഇവള് ചിരിക്കുന്നുണ്ടായില്ല. ഞാൻ പെണ്ണാൻ പോയ സമയത്ത് ഇവള് ചിരിച്ചത് കവിന്ന് കാണിച്ചു കൊടുക്കുക. എങ്ങനെ ചിരിച്ചത് ആദ്യം? അങ്ങനെയാണ് അങ്ങനെ തന്നെ. രണ്ട് പല്ല് അപ്പുറത്ത് ഇപ്പുറത്ത് എടുക്കണം. എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു 2 പല്ലെടുക്കാൻ പറഞ്ഞാൽ പച്ച പല്ല് എടുക്കാൻ പറയുമ്പോൾ എനിക്ക് ചിലപ്പോൾ പറ്റിന്ന് വരില്ല. ഭയങ്കര വേദനാജനകമായിട്ട് സാധനം നമ്മളൊരു പല്ല്. ഇപ്പൊ ഋത്തിക്കിന്റെ പല്ല് അതുപോലെ വന്നു. അപ്പൊ ഇവള് എന്റെ മോന്റെ പല്ലും അതുപോലെ ഭാഗ്യോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് അത്. വാവേനെ നോട്ടിങ്ങിനായിട്ട് പറഞ്ഞ് സൂപ്പർ. നമ്മൾ അന്ന് തന്നെ വീഡിയോ ഇട്ടു. പിറ്റേന്ന് ഹോസ്പിറ്റലിൽ ഒരുപാട് ആൾ വന്നപ്പോൾ അവര് സത്യം പറഞ്ഞാൽ അവർ അന്ന് തന്നെ ഡിസ്ചാർജ് പെട്ടെന്ന് പൊക്കോളാൻ പറഞ്ഞു. ഈ വരുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. യെസ് ബ്രോ, ഒരു KL ബ്രോ ആണ് നമുക്കുള്ളത്. ഇപ്പോൾ 6,74,00,000 സബ്സ്ക്രൈബേഴ്സ് ഇന്ന് വരെ. കുടുംബാംഗങ്ങൾ എങ്ങനെ പറയാൻ പാടും. ശരി, നമുക്ക് വിശേഷം പറയാം. KL ബ്രോ ശരിക്കും നമുക്കൊക്കെ ഒരു മാതൃകയാണ്. കാരണം യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ മറ്റുള്ളവരെ പരിചയപ്പെടുത്തുമ്പോൾ അത്യാവശ്യം ആത്മാഭിമാനത്തോടു കൂടി പരിചയപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള കുടുംബാംഗങ്ങളെ ശേഖരിച്ച ഒരാളാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. പറയാൻ വാക്കുകളില്ല. ശരിക്കും ഇതെങ്ങനെയാണ് സാധിക്കണേ? വളരെ സന്തോഷം. ഞാൻ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട്. ഇത് വളരെ ഇഷ്ടപ്പെട്ട ഇന്റർവ്യൂ ആണ്. 2-3 നാൾ ഭയങ്കര എല്ലാവരും നമ്മളായിട്ട് കണ്ടിട്ടുണ്ടെന്നല്ല, ഭയങ്കര ചേഞ്ച് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് എല്ലാവരും ചെയ്യലുണ്ട്. അതിൽ നിന്നും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. വളരെ സന്തോഷം. നമ്മളെ അടുത്തേക്ക് വന്നതിനും വിശേഷങ്ങൾ അറിയാൻ വന്നതിനും സന്തോഷം. അതിനെപ്പറ്റി എനിക്കൊരു പിടുത്തവും ഇല്ല എങ്ങനെ എത്തി എന്നുള്ളത്. ഞാൻ ചെയ്യുന്നു മാത്രം. ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു സിംപ്ലിസിറ്റി ഉണ്ട്. ആ സിംപ്ലിസിറ്റി ആയിരിക്കാം ആൾക്കാർ ഇഷ്ടപ്പെടുന്നതെന്ന് പറയും. പക്ഷേ പലരും ഇങ്ങനെ സിമ്പിളായിട്ടുള്ള വീഡിയോസ് നമ്മൾ പലരും ചെയ്യാറുണ്ട്. പക്ഷെ നിങ്ങൾക്കുള്ള പോലൊരു അംഗീകാരം ഇല്ലെങ്കിൽ ഇത്രയും ആൾക്കാരെ കൂടെ നിർത്താൻ കഴിയുന്ന ഒരു കഴിവ് അവർക്കൊന്നുമില്ല. അപ്പോൾ ശരിക്കും ഇത് പഠിക്കേണ്ട ഒരു വിഷയമല്ലേ? ചിലപ്പോൾ പറയും, ചിലർ പറയും സിംപ്ലിസിറ്റി അങ്ങനെ പറയും. പക്ഷേ എങ്കിൽ ഞാൻ മാത്രമല്ല, നമ്മളെ നാട്ടിലുള്ള ഒരു വക എല്ലാവരും ആൾക്കാരും ഞാൻ എന്നെ പോലെ തന്നെ കാണുന്നു. അങ്ങനെ ഒന്നാമത് നമുക്ക് അധികം ടൗണുമായിട്ട് അധികം ബന്ധമില്ല, കുറവാണ് നമുക്ക്. നമ്മൾ എറണാകുളം തന്നെ കാണുന്ന അപൂർവമായിട്ട് ഇങ്ങോട്ട് നമ്മൾ വിചാരിക്കുന്നത് തന്നെ പറഞ്ഞാൽ ഈ എറണാകുളം ഇങ്ങനത്തെ എല്ലാം വലിയ ടൗണായിട്ടും ദുബായിലെല്ലാം കാണുന്നാലും നമ്മൾ ഇങ്ങോട്ട് കാണുന്നത് ശരിക്കും ദൂരത്തുള്ള അത്രയും ബിൽഡിംഗ് എല്ലാം കാണുന്നത് ശരിക്കും എറണാകുളത്ത് കുറേ ഇപ്പം അടുത്താണ് നമ്മൾ എത്തിച്ചേർന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഗ്രാമത്തിനുള്ളോട്ടാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ് ഏകദേശം നാട്ടിലുള്ള എല്ലാവരും. അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ നമ്മൾ പറയുന്നത് ചിലപ്പോൾ സിമ്പിളായിട്ട് തോന്നുന്നതായിരിക്കും എന്നേ എനിക്ക് തോന്നുള്ളൂ. എല്ലാവരും നമ്മളെ കൂടെയുള്ള ചങ്ങായിമാർ എല്ലാവരും ഒരുപോലെ തന്നെയാണ് ഉള്ളത്. നാട്ടുകാരായാലും എല്ലാവരും അത് നാടിൻ്റെ ഒരു ഇതാണെന്നായിരിക്കും. എനിക്ക് ബാക്കി നമ്മളങ്ങനെ മനഃപൂർവ്വം അങ്ങനെ. നിങ്ങൾ ഷോർട്ട് ഫിലിംസ് പോലെ ചെറിയ കഥകൾ ചെയ്യാറുണ്ട്. അപ്പം അതിനും വ്യൂവർഷിപ്പ് ഉണ്ട്. പക്ഷേ ടോപ്പ് വ്യൂവർഷിപ്പ് നോക്കുമ്പോഴത്തേക്ക് ഒന്നെന്ന് പറയുന്നത് കുഞ്ഞ് സ്കൂളിൽ പോകുന്ന സമയത്ത് ഉള്ള വീഡിയോ, പിന്നെ എന്ന് പറയുന്നത് ആ ഷവർമ ഉണ്ടാക്കിയ വീഡിയോ, ഇതൊക്കെ ടോപ്പിലേക്ക് പോകുന്നത്. ഇതിനകത്തൊക്കെ ഒരു വേറെ സറ്റയറിറ്റിക്കലായിട്ടുള്ള സാധനമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ പോയെന്ന് പറയാം. പക്ഷെ എങ്കിലും നിങ്ങളുടെ സാധാരണ വീഡിയോസിനും ഇതേ വ്യൂവർഷിപ്പ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് ചായ കുടിക്കുന്നതിന് പോലും അത്തരം വ്യൂവർഷിപ്പ് വരുന്നുണ്ട്. അതെന്തായിരിക്കും അതിൻ്റെ ഒരു കുട്ടൻസ്? അതിനെപ്പറ്റി എനിക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. പക്ഷേ എങ്കിൽ നമ്മളായിട്ട് തന്നെയാണ് ഉള്ളത് നിലവിൽ. അതുകൊണ്ട് നമ്മൾക്ക് ചായ കുടിക്കുന്ന ആ ചായ കുടിക്കുന്ന സമയത്തുള്ള സാധനങ്ങൾ നമ്മൾ കാണിക്കുന്നത്. അധികം എന്ന് വെച്ചാൽ നമ്മൾ കാണുന്നവരിക്കല്ല, അവരെല്ലാം വീട്ടിൽ ഇത് ഉണ്ടാവും, പക്ഷെ അവർ മിസ് ചെയ്ത് പോയിട്ടുണ്ടാവും. പക്ഷെ നമ്മളത് നമ്മളിവിടെ കാണുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി കൂടുതൽ പുറത്തുള്ളവർക്കെല്ലാം, അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്ന് മിസ്സായത് എന്തോ ഒന്ന്. പിന്നെ നമ്മളെ ഭാര്യ ആയാലും അമ്മയായാലും നമുക്ക് നാട്ടിലുള്ള എല്ലാ അമ്മമാരും അവരുടെ വീട്ടിലുള്ള എല്ലാ കല്യാണം കഴിച്ച് വന്ന മക്കളും എല്ലാം ഒരുപോലെ ഉള്ളത്. നമ്മളെ വീട്ടിൽ അതുപോലെ ഉള്ളത്. പക്ഷെ നമ്മളത് വീഡിയോ കാണുന്നതുകൊണ്ട് ചിലപ്പോൾ ദൂരത്തെല്ലാം അങ്ങനെ ചില സമയത്ത് ഒന്നിച്ച് നിൽക്കാൻ പറ്റാത്ത ഒരു ഫാമിലിയായിട്ട് കുഞ്ഞു കുടുംബമായിട്ട് മാറിപ്പോയവരെല്ലാം ഉണ്ടാവും. ഒരിക്കലും ഇത് കാണുമ്പോൾ ആ ഒരു ബന്ധം കാണുമ്പോൾ എനിക്കപ്പം തോന്നലുണ്ട് അത്രമാത്രം ഈ ബന്ധങ്ങൾ നമ്മളെ ഇതെല്ലാം ആൾക്കാർ സ്നേഹിക്കുന്നുണ്ട് തന്നെ അർത്ഥം. അത്രയും അവർ ആ മനസ്സിനുള്ളിൽ നമ്മളെ കുഞ്ഞു വീഡിയോയിൽ നമ്മൾ ആൾക്കാർ കണ്ടിട്ട് നല്ല ഒരു മനക്ക് വന്നിട്ടുണ്ട്. പുറത്തുള്ളവരെല്ലാം അവർക്കെല്ലാം മിസ് ചെയ്ത് എന്തോ ഇവിടെ കാണുന്നത്. അപ്പോൾ അത് അവരുടെ ഉള്ളിലെല്ലാം അത് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. നമ്മളെ ആ കുഞ്ഞു ജീവിതത്തിൽ നടക്കുന്ന കുഞ്ഞു കാര്യങ്ങളല്ലേ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും. നമ്മളത് വീഡിയോയിൽ കാണുമ്പോൾ കാണിക്കുന്നതാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് ചോദിക്കാനുണ്ട്. അതിനു മുമ്പ് സത്യത്തിൽ ഇപ്പോൾ ഇവിടെ ബിജു എന്താണ് ഇപ്പോൾ ഇവിടെ വന്നതെന്ന് വെച്ചാൽ എൻ്റെ വൈഫിന് ആദ്യം ഡെലിവറി കഴിഞ്ഞ് മോൻ ഋത്തിക്ക്, രണ്ടാമത് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവർക്ക് നടുവേന, കാലിനൊരു നീര്, ഇങ്ങനത്തെ കുറേ സംഭവം ഉണ്ടായിരുന്നു. നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും അങ്ങനെ നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനുള്ള ഇതൊന്നും നമുക്ക് അന്നേരം ഉണ്ടായിട്ടില്ല. അന്നേരം ഞാൻ വിചാരിക്കല്ലോ ഇങ്ങനെ ഞാൻ ഈ പ്രസവം ഇപ്പം 2ാമത് കുട്ടിയായി 4 മാസം 5 മാസം മുതലേ ഞാനിങ്ങനെ രാത്രി മസാജ് ചെയ്ത് കൊടുക്കലുണ്ട്. കാക്കിങ്ങനെ നീര് വരെ അങ്ങനെ ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടുണ്ടായി. അപ്പം ഞാനിങ്ങനെ വിചാരിക്കലുണ്ട് ഒന്നിങ്ങനെ
കുറേ വീഡിയോകളിലെല്ലാം കാണലുണ്ടല്ലോ ഇപ്പോൾ മസാജിങ് അപ്പോൾ ഞാനിങ്ങനെ കോഴിക്കോടുള്ള സമേത ഇവരെ കോഴിക്കോടുള്ള ഞാനിങ്ങനെ അന്വേഷിച്ചു. അപ്പോൾ അവർ ഇടയുള്ള നമ്മുടെ സുഹൃത്തുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞ ഇങ്ങനെ ഒരു ഇതുണ്ട് നമ്മളെ നാട്ടിലുണ്ട്. അപ്പോൾ ഇവർ പെട്ടെന്ന് തന്നെ നമുക്ക് കണക്ഷനായി. അതുപോലെ തന്നെ ഗുരുവായൂർ നമ്മൾ സമയത്ത് പരിചയപ്പെടാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരെ ഇങ്ങോട്ടേക്ക് വന്നു. പിന്നെ നാട്ടിൽ നിന്ന് അത്രേ ഉള്ളൂ ദൂരം. അങ്ങനെ ഇവിടെ വന്നു. ഇവിടെ നമുക്ക് പറ്റൂല, നമ്മളെ കുടുംബത്തിൽ ഓരോ അംഗങ്ങളുള്ളതുകൊണ്ട് നമുക്കതിപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ തന്നെ ചെയ്ത് കൊടുക്കാനും പറ്റിയെന്നുള്ള സന്തോഷം. ഇപ്പോൾ കൂടെയുള്ള ഋതിക്കൊണ്ട് അമ്മയുണ്ട്, വൈഫുണ്ട്, കുട്ടി എല്ലാവരും കൂടി ഉണ്ട്. ഇവിടെ ഒരു ഫാമിലി സെറ്റപ്പായിട്ട് നിൽക്കാൻ പറ്റുന്നൊരു സ്പേസ് ആണ്. അതെ. ഇവർ ഇവിടെ നിന്നിട്ട് ചികിത്സ 10 ദിവസം 20 ദിവസം അങ്ങനെയുള്ള പ്രസവ ട്രീറ്റ്മെൻറ്റ് അതുപോലെ തന്നെ ഒഴിച്ചലും അങ്ങനത്തെയുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ പ്രസവാനന്തര അങ്ങനെ ഒരു 10 ദിവസം നിൽക്കാം. പിന്നെ വെച്ചാൽ വീട്ടിൽ ഏച്ചിമാറിലാന്ന് വന്നിട്ട് ഫുഡാക്കി തരുന്ന പരിപാടിയല്ലോ. അപ്പോൾ അമ്മയെല്ലാം ഇനി പെരങ്ങുമെന്ന്. അപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു എന്നാൽ വേഗം പോവാം. കുറച്ച് ദിവസം ഇവർക്ക് ഈ പ്രസവത്തിൻ്റെ എല്ലാ സമയത്തെല്ലാം ഇവർ തിരക്കിലും ഇവരെല്ലാം ടയർഡായി. അപ്പോൾ കുറച്ച് ദിവസം ഒരു റിലാക്സ് കിട്ടുമല്ലോ. അമ്മക്കെല്ലായാലും തിരുമ്പോലെല്ലാം ഇങ്ങനെ അതിന് വേണ്ടി ചോറെല്ലാക്കൽ പണിയാണ്. അപ്പോൾ കുറച്ച് ദിവസം അങ്ങനെ ഇപ്പം ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന സമയമായതുകൊണ്ട് ചെയ്ത് കൊടുക്കുന്നത്. അതാണ് ഇന്നലെ വരെയുള്ള വിശേഷം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ഇന്ന് കുഞ്ഞിൻ്റെ വിശേഷം എന്താണെന്നുള്ളതാണ് ബിജു ഇനി പറയേണ്ടത്. കുഞ്ഞ് കുഴപ്പമില്ല, സുഖമായിരിക്കുന്നത്. പ്രസവിച്ച ഉടനെ നമ്മൾ കുട്ടീനെ കാണിച്ചിന്. നമ്മളിപ്പോൾ എന്താ പറയുക, നല്ലൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കാനായാലും ഇവിടെ പോകാനായാലും നമ്മളെ കുടുംബങ്ങളുള്ളതുകൊണ്ടാണ് നമുക്ക് സാധിച്ചത്. ആ ഒരു സാഹചര്യത്തിൽ നമ്മളെ വീട്ടിലെ അമ്മയോ നമ്മളെ ബന്ധുക്കളോ നമ്മളെ പങ്കന്മാരിൽ ഇങ്ങനെ കാത്തുനിൽക്കുമെന്ന് കുട്ടീനെ കാണാൻ. അതേപോലെ തന്നെ നമ്മളെ യൂട്യൂബ് കുടുംബത്തിലെ ഈ ഫേസ്ബുക്കിലെ ഈ സോഷ്യൽ മീഡിയയിലെ കുടുംബാംഗങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുമെന്ന് ഈ കുട്ടി വരണം കാണണം എന്ന്. അപ്പോൾ നമ്മളെ അമ്മയെല്ലാം പുറത്തുനിന്ന് കാത്തിരിക്കുന്ന അതേപോലെ തന്നെ കുറേ അമ്മമാർ നമ്മളെ കണ്ടാലും നമ്മളെ മെസ്സേജ് ആയിട്ടെല്ലാം നമ്മളോട് അറിയിക്കലുണ്ട് ഇങ്ങനെ. അപ്പോൾ അവരെ ആഗ്രഹത്തിന് ഞാൻ ഫസ്റ്റ് തന്നെ വീഡിയോ അന്ന് പ്രസവിച്ച അന്ന് തന്നെ ഞാൻ കുട്ടീനെ കാണിച്ചിരുന്നു. എല്ലാവരും എന്താ പറയുക, അവരെ വീട്ടിലെ പോലെ കാണിട്ട് ചിലരെല്ലാം പറയലുണ്ട് ഇങ്ങനെ കാണിക്കണ്ട. പക്ഷേ അവർ നമ്മളെ കുട്ടീനെ കാണാൻ ആഗ്രഹിച്ച് നിൽക്കുന്നവരാണ്. അവർ കണ്ടാൽ ഒന്നുമില്ല. അതുകൊണ്ട് ആ സന്തോഷത്തിൽ എല്ലാവരെയും കാണിച്ചിന്. അങ്ങനെയൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും കാണിച്ചു. അപ്പോൾ ഇപ്പോൾ വീഡിയോയിലായാലും നമ്മൾ കാണിക്കലുണ്ട്. സാധാരണ ചെറിയ വിശേഷങ്ങൾ പോലും തേടിയിരിക്കുന്നവരാണ് എല്ലാവരും. അപ്പോൾ കുഞ്ഞൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് തരത്തിൽ എന്ന് വെച്ചാൽ ആ സമയത്തൊക്കെ നിങ്ങൾ വീഡിയോ റിലീസ് ചെയ്യുമ്പോഴൊക്കെ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വിശേഷങ്ങൾ കേൾക്കുമ്പോൾ നമുക്കറിയാം നമുക്ക് എത്രത്തോളം ക്യൂരിയോസിറ്റി ബിൽഡായിട്ടുണ്ടെന്ന്. അപ്പോൾ അത് കാണിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ എന്തായാലും നേരിട്ടും കോൺടാക്ട് ചെയ്യുന്നവരുണ്ടാവുമല്ലോ. ആ എക്സൈറ്റ്മെൻറ്റ്സ് കമൻസും വായിച്ച് നേരിട്ടും കോൺടാക്ട് ചെയ്ത് വെച്ചിട്ട് എങ്ങനെയായിരുന്നു അവരുടെ ഒരു എക്സൈറ്റ്മെൻറ്റ്? ഹോസ്പിറ്റലിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അന്ന് തന്നെ വീഡിയോ ഇട്ടു. പിറ്റേന്ന് ഹോസ്പിറ്റലിൽ ഒരുപാട് ആൾ വന്നപ്പോൾ അവർ സത്യം പറഞ്ഞാൽ അവർ അന്ന് തന്നെ ഡിസ്ചാർജ് പെട്ടെന്ന് പൊക്കോളാൻ പറഞ്ഞു. ഫുള്ള് ഒരുപാട് ആൾ വന്നുകൊണ്ടിരുന്നു. നല്ല സന്തോഷം. അവരെല്ലാം നമ്മളെ വീട്ടിലെ ബന്ധുക്കളെ കാണാൻ ചേച്ചിയോട് ഇരുന്ന പോലെ അവരോട് ഇരുന്ന്. അപ്പോൾ പെണ്ണുങ്ങൾ എല്ലാവരും കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. അന്ന് ഹോസ്പിറ്റലിൽ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോയ സമയത്ത് നമ്മൾ കാണാൻ വന്നിട്ട് അവിടെ ആളുണ്ടായിരുന്നു. അവരെല്ലാം കാണാൻ പറ്റി. ബിജു, കുടുംബാംഗങ്ങളെന്ന് പറയുന്നത് വെറും വാക്കല്ല എന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ളൊരു സ്നേഹബന്ധം അവരുമായിട്ടില്ലേ? പിന്നെ ഭയങ്കര അവർ നമ്മളെല്ലാം സാധാരണ നാട്ടുമ്പോൾ ഇപ്പോൾ നമ്മളെല്ലാം ഒരു സ്ഥലത്ത് പോകുമ്പോൾ തിരിച്ചറിയുക, നമ്മളോട് ഒന്ന് മിണ്ടുക, സ്നേഹത്തോടെ അവർ പെരുമാറുക. നമ്മളെ അങ്ങനെ തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ വേറെ അമ്മമാരെ ഇങ്ങനെ നോക്കുന്നത് ഭയങ്കര സന്തോഷം. പിന്നെ നമ്മളെല്ലാം സാധാരണ അങ്ങനെ പോകുന്നവരെല്ലാം നമ്മളെല്ലാം തിരിച്ചറിഞ്ഞ് മിണ്ടുക എന്ന് പറയുമ്പോൾ തന്നെ വലിയ സന്തോഷമുള്ള കാര്യമല്ലേ. അതിന് ഭയങ്കര അത്ഭുതമായിട്ടും ചില സ്ഥലത്തെല്ലാം നമുക്ക് പോയാൽ ചിലപ്പോൾ പെട്ടെന്നെല്ലാം നമ്മൾ ഏതെങ്കിലും ബൈക്ക് പോകുന്നത് അവർ കണ്ടില്ല എന്ന് ചിലപ്പോൾ അതുപോലെ നമുക്ക് ഭയങ്കര വിഷമമാണ്. പിന്നെ അവരെ അടുത്ത് കണ്ടുപോയി പോയിട്ട് നമ്മൾ മിണ്ടലുണ്ട്. ചിലവരെല്ലാം വിട്ടുപോയാൽ ചിലപ്പോൾ വിഷമത്തോടെ പറയും നമ്മൾ കണ്ടിരുന്നതിനും പക്ഷേ കണ്ടില്ല, തിരക്കായി പോയി എന്നെല്ലാം പറയും. അപ്പോൾ അവരെ പോലും നമുക്ക് ഭയങ്കര കാര്യമാണ് ഓരോരാൾക്കാരോടും. പിന്നെ അവരില്ലാണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ബ്രോ വരെ ഇടത്തിയിരിക്കുന്ന തന്നെ ഓരോരോ ആൾക്കാരുള്ളതാണ്.